നിതിൻ രാജ് എന്ന കൂട്ടുകാരൻ്റെ മരണമാണ് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഡോക്ടർ റാം. നിലവിൽ കുട്ടികളുടെ പ്രതികരണം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു ഡോക്ടറേറ്റ് എടുത്ത അധ്യാപക വേഷമണിഞ്ഞ മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത ഒരു ജാതീയ കാലഘട്ടത്തിൽ ജീവിക്കേണ്ട, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു മനുഷ്യൻ എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെ ഒരാളാണ് ഡോക്ടർ റാം എന്ന് നിലവിൽ പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോഴും ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നതെന്ന് അഭ്യസ്തവിദ്യരായ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ളതാണ് സങ്കടം. ദന്തൽ കോളേജിൽ പഠിക്കുന്ന ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, ഈ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയാണോ ഇയാൾ അങ്ങനെ ജാതീയമായി ആക്ഷേപിക്കുന്നു, വർഗീയമായി ആക്ഷേപിക്കുന്നു, മതം പറഞ്ഞ് ആക്ഷേപിക്കുന്നു, നിറം പറഞ്ഞ് ആക്ഷേപിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ മിണ്ടാതെ ഇരുന്നത് എന്താണ്? അതുവരെ നിങ്ങളുടെ മൗനം ആ കൂട്ടുകാരനെ കൊന്നതിൽ ഒന്നാമത്തെ കാരണം നിങ്ങളുടെ സൈലൻസ് ആണ്. നിങ്ങളൊക്കെ സെൽഫിഷ് ആയി പോയത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മാർക്ക് കുറയുമെന്ന് പേടിച്ചിട്ടോ? നിങ്ങളുടെ പഠനം മുടങ്ങുമെന്ന് പേടിച്ചിട്ടോ? നിങ്ങളൊക്കെ ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഗുണപാഠം എന്താണ്? നിങ്ങളൊക്കെ ഈ സമൂഹത്തിന്റെ സേവകരായി വരേണ്ട ആൾക്കാരല്ലേ? നിങ്ങളാണോ ഇങ്ങനെ സൈലന്റ് ആയത്? നിങ്ങളിൽ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ സ്വപ്നങ്ങളൊക്കെ തല്ലിത്തതച്ചുകൊണ്ട് തൻ്റെ ജീവൻ ഒടുക്കുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നത് എന്തിനാണ്? ഞാൻ പറയുന്നത് അഞ്ചരക്കണ്ടിയിലെ കൂട്ടുകാരോടല്ല. ഇതുപോലെ കേരളത്തിലെ ക്യാമ്പസുകളുടെ ഉള്ളിൽ ഡോക്ടർ റാമിനെ പോലെയുള്ള ഭീകരന്മാരെ സഹിക്കുന്നവരോടാണ്. നിങ്ങൾ ഇനിയും മിണ്ടാതിരിക്കരുത്. നിങ്ങൾ സഹിക്കേണ്ട കാര്യമില്ല. ഇത് ജാതീയമായ കാലമല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാലമല്ലിത്. ഇത് ജനാധിപത്യ രാജ്യമാണ്. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളെ പഠിക്കൂ. നിങ്ങൾ ഈ സമൂഹത്തെക്കുറിച്ച് ആദ്യം പഠിക്കൂ. നിങ്ങൾ ഈ ജീവിക്കുന്ന സമൂഹത്തിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളെയും അവകാശങ്ങളെയും കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകൂ ആദ്യം. നിങ്ങൾക്ക് ഈ സൊസൈറ്റിയോട് ചില കടപ്പാടുകളുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകൂ. പിന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ നയങ്ങളോട്, ഇതുപോലെ ഡോക്ടർ റാമിനെ പോലെയുള്ളവരെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുമ്പോൾ അവരുടെ ഡിഗ്രിയും അവരുടെ ക്വാളിഫിക്കേഷനും അളന്ന് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലെ മനുഷ്യനെ തിരിച്ചറിയുക. ഏതൊരു മേഖലയിലും ഒരു വിദ്യാർത്ഥിയോടുള്ള ബിഹേവിയർ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകൾ നടത്തുക. അയാളുടെ ഡോക്ടറേറ്റ് പിൻവലിക്കണം. അയാൾ ഇനി കേരളത്തിൽ എന്നല്ല, ഇനി ഒരു സ്ഥലത്തും അദ്ദേഹം ഒരു അധ്യാപകനായി ഒരു വിദ്യാർത്ഥികളോട് ക്രൂരമായി പെരുമാറുന്ന ഒരാളെ എങ്ങനെ അധ്യാപകൻ എന്ന് വിളിക്കും? ആരാണ് അധ്യാപകൻ? എന്താണ് അധ്യാപകന്റെ മഹത്വം? ഇതൊന്നും അറിയാത്ത ഒരാളെ ഇനി അദ്ദേഹം അധ്യാപകൻ എന്ന ലേബലിൽ ലോകത്ത് ഒരിടത്തും അയാൾ സേവനം ചെയ്യാൻ പാടില്ല. അയാൾക്കെതിരെ നിയമപരമായി കേസെടുക്കണം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. ഇതുവരെ എങ്ങും അറസ്റ്റ് ചെയ്തതായിട്ടൊരു വീഡിയോയോ ഫോട്ടോയോ ഒന്നും വാർത്തയിലോ ശ്രദ്ധയിലോ കണ്ടില്ല. ഇനിയെങ്കിലും നമ്മുടെ ഈ കാലഘട്ടത്തിലെ അഭ്യസ്തവിദ്യരായ പ്രൊഫഷണൽ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഈ സമൂഹത്തോടുള്ള കടപ്പാടുകളും സൊസൈറ്റിയോടുള്ള അറ്റാച്ച്മെൻറ്റുകളും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിത വഴിയിൽ നിങ്ങളുടെ കരിയറിനപ്പുറത്തേക്ക് നാം ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ്. ആ സമൂഹത്തിനോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്. ആ സമൂഹത്തിൽ നാം ആകുന്ന വ്യക്തികൾ നമ്മുടെ മുമ്പിൽ കാണുന്ന അനീതികളെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതാകണം നമ്മളുടെ ഏറ്റവും വലിയ കരിയർ. അല്ലെങ്കിൽ നിതിൻ രാജിനെ പോലെയുള്ള ഒരുപാട് കൂട്ടുകാരുകൾ നമുക്ക് ഓർമ്മയായി പോകും. ഒരിക്കലും നിതിൻ രാജിൻ്റെ പ്രവൃത്തിയെ മാതൃകയാക്കാൻ പറ്റുന്നതല്ല, അദ്ദേഹത്തെ അനുകരിക്കാൻ പറ്റുന്നതല്ല. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അത്രത്തോളം സങ്കടമാകാം. പക്ഷെ ആത്മഹത്യ എന്നതിനെ യാതൊരു നിലക്കും 0.1% പോലും നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതല്ല. അത്തരത്തിൽ മാനസിക പീഡനങ്ങൾ നേരിട്ടാൽ, ശാരീരിക പീഡനങ്ങൾ നേരിട്ടാൽ, നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടം സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള കാലഘട്ടമാണ്. ഈ സോഷ്യൽ മീഡിയയിലെടുത്ത് ഇന്ന് പല വിഷയങ്ങളെയും രംഗത്ത് കൊണ്ടുവരുന്ന സോഷ്യൽ മീഡിയ നിങ്ങളുടെ വിരൽത്തുമ്പുകളിൽ സുലഭമാണ്. പിന്നെ നിങ്ങൾ എന്തിന് നിങ്ങളുടെ ജീവൻ ഒടുക്കണം? നിങ്ങൾക്കെതിരെ ക്രൂരത കാണിക്കുന്നവരെ നിങ്ങളുടെ ജീവൻ ഒതുക്കിക്കൊണ്ട് പ്രതികാരം തീർക്കുക എന്നുള്ള ചിന്താഗതി, ആറ്റിറ്റ്യൂഡ് 100% സപ്പോർട്ടിംഗ് അല്ല. നിങ്ങൾ ഒരിക്കലും ആ ഒരു മെത്തേഡ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും ക്യാമ്പസുകളിലെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളുകളിലെ സ്റ്റുഡൻസ്, അങ്ങനെ ഇപ്പോൾ പീഡനങ്ങൾ ശാരീരിക മാനസികം പേരൻസിൽ നിന്നാകട്ടെ, അധ്യാപകരിൽ നിന്നാകട്ടെ, കൊളീഗ്സിൽ നിന്നാകട്ടെ, നിങ്ങളുടെ സമപ്രായക്കാരിൽ നിന്നാകട്ടെ, നിങ്ങളുടെ ജീവിത വൃത്തത്തിലെ ആരിൽ നിന്നാകട്ടെ, അങ്ങനൊരു പീഡനം നിങ്ങൾ നേരിടുന്നുവെങ്കിൽ അവരോടുള്ള പ്രതികാരം, അതിന് നിങ്ങളെ സ്നേഹിച്ചു വഞ്ചിച്ചവരാകട്ടെ, ചതിച്ചവരാകട്ടെ, നിങ്ങൾ അവരോടുള്ള പ്രതികാരം തീർക്കേണ്ടത് നിങ്ങളുടെ ജീവൻ ഒടുക്കിക്കൊണ്ട്
കൊണ്ടല്ല, മറിച്ച് നമ്മുടെ രാജ്യത്ത് നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് നൽകുന്ന ഒരുപാട് അവകാശങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് ആദ്യം ഒന്ന് നിങ്ങൾ അവെയർ ആവുക. രണ്ടാമതായി, അവരെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് നേരിട്ട പീഡനത്തിന്, നിങ്ങൾ നേരിട്ട പ്രശ്നത്തിന് അവരെ നിയമപരമായി നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയും. തോറ്റുപോകുന്ന ഭീരുക്കളാണ് പലപ്പോഴും ആത്മഹത്യ ചെയ്യുന്നവർ. ആർക്കാണ് നഷ്ടം? നിങ്ങളെ ഇതുവരെ വളർത്തി വലുതാക്കി സ്വപ്നങ്ങളും പ്രതീക്ഷകളും നൽകി കൊണ്ടുവന്ന നിങ്ങളുടെ മാതാപിതാക്കൾക്ക്. അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും ആത്മഹത്യ എന്ന അവസാന വഴിയിലേക്ക് നിങ്ങൾ എത്തരുത്. ആ നിതിൻ രാജ് എന്ന ചെറുപ്പക്കാരനായ കൂട്ടുകാരന് നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.